നമസ്കാരം. ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബംഗ്ലാദേശിലെ മുസ്തഫിസുർ റഹ്മാൻ ഓഫ് കട്ടർ കിങ് അറിയാമല്ലോ, അതൊക്കെ അറിയാമല്ലോ. ഇവൻ കൊൽക്കത്തയിൽ എന്തോ ആയിരുന്നു, പിന്നെ രാജസ്ഥാനിൽ, പിന്നെ നമ്മുടെ ചെന്നൈയിൽ, ഇപ്പം പിന്നെയും കൊൽക്കത്ത എടുത്തു. ഇവന്മാരുടെ കുറേ ബംഗാളി ഫാൻസ് ഭയങ്കര ആഘോഷമായിരുന്നു. ഇവൻ്റെയൊക്കെ ബാച്ചിൽ എത്ര കെ കിട്ടിയെടുത്ത സ്ഥാനത്ത് പെട്ടെന്ന് തന്നെ 50K 80K ലൈക്കുകൾ, എല്ലാം ബംഗാളികൾ. കൊൽക്കത്ത ബംഗ്ലാദേശിൻ്റെ അടുത്ത സൈഡായതുകൊണ്ട് മാക്സിമം അത്രയും റീച്ച് കാണും, സപ്പോർട്ടും കാണും. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ BCC ഒരു നിയമം കൊണ്ടുവന്നത്. എന്തോ പാർട്ടിയിൽ എന്തോ ഇഷ്യൂ, അത് കാരണം ബംഗ്ലാദേശി പ്ലെയറായ മുസ്തഫിസുറിനെ റിലീസ് ചെയ്യാനുള്ള ഒരു നോട്ടീസ് വന്നു. അങ്ങനെ നമ്മളുടെ കൊൽക്കത്തയിലെ മാനേജ്മെൻറ്റ് റിലീസ് ചെയ്തു. ഇതിന് ഇവന്മാരൊരു പോസ്റ്റർ അടിച്ചിറക്കിയപ്പോൾ മൊത്തം ആംഗ്രി റിയാക്ഷൻ, ഫുൾ ആംഗ്രി റിയാക്ഷൻ. ആര്? ബംഗാളികൾ ആംഗ്രി റിയാക്ഷൻ ഇറക്കി കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ മനഃപൂർവ്വം ചെയ്തതാണ്. അവന്മാരുടെ നാട്ടിൽ ഇത്രയും ഇത് കാണിക്കുന്നതിന് കുഴപ്പമില്ല, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് നമ്മൾ മനഃപൂർവ്വം അവനെ റിലീസാക്കിയതാണ്. നമ്മൾ അനുഭവിക്കണം, IPL അവർ റദ്ദാക്കണം, അതിനെപ്പറ്റി ഭയങ്കര പ്രശ്നങ്ങളാണ്. ആ ഒറ്റൊരു പ്ലെയറിനെ റിലീസാക്കിയതിനെ തുടർന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അറിയിച്ച് അടുത്ത T20 വേൾഡ് കപ്പിൽ നടക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അവർ വരില്ല. പാകിസ്ഥാൻ്റെ അതേ ഇതാണ്, ഇന്ത്യയിൽ വരില്ല. അതുകൊണ്ട് അവരെ മാച്ച് ഷെഡ്യൂൾ ചെയ്യുന്നത് ശ്രീലങ്ക, അപ്പുറത്ത് ശ്രീലങ്കയിൽ ഷെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവന്മാരടുത്ത് നിയമം കൊണ്ടുവന്നു. അതായത് ഈ ഒരു ലോഗോ ഉണ്ടില്ലേ, ഇത് നമ്മുടെ IPLൻ്റെ ലോഗോ. നമുക്കെല്ലാവർക്കും ഇതിൽ കണ്ട ഒറ്റ നോട്ടത്തിൽ കണ്ട് തന്നെ മനസ്സിലാവും IPLൻ്റെ ലോഗോയാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഡിവിലിയേഴ്സിൻ്റെ ഷോട്ടാണെന്നാണ്. പക്ഷെ ഡിവിലിയേഴ്സിൻ്റെ അല്ല. ആരെയാണെന്ന് അറിയാമോ? അല്ല, മോർട്ടാസയാണ്. അപ്പോൾ അവൻ 2008 കളിച്ചൊരു ഷോട്ടുണ്ട്. ആ ഒരു ഷോട്ടാണ്. ഡിവിലിയേഴ്സ് ആണെങ്കിൽ ആ ഷോട്ട് കളിച്ചത് 2014. അപ്പോൾ ഈ ലോഗോ 2008 തൊട്ടേ ഉണ്ട്. അപ്പോൾ അവന്മാർ പറയുന്നത് നമ്മളെ ബംഗ്ലാദേശി പ്ലെയർ കളിക്കാത്ത ലീഗിൽ എന്തിന് നമ്മുടെ പ്ലെയറിൻ്റെ ലോഗോ ആണ്? ഒരു ലോജിക്ക് വേണ്ടി വേണം. അങ്ങനെ അതെന്തിനാണ്? അതുകൊണ്ട് നമ്മൾ ഇതും നമ്മൾ റദ്ദാക്കണം. ആ ഒരു ലോഗോ നമ്മൾ IPL നിന്ന് മാറ്റണമെന്നാണ് അവർ പറയുന്നത്. എങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരുടെ ലോഗോ വെക്കാം? ആരുടെ ഷോട്ടായിരിക്കും പെർഫെക്റ്റ്? നിൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ നമ്മളാ പള്ളൻ്റെ ഷോട്ട് വെച്ചാൽ കൊള്ളായിരിക്കും. പള്ളൻ്റെ ഫുൾ ഷോട്ടോ? ഫുൾ ഷോട്ട്. പള്ളൻ എന്നുള്ള പദപ്രയോഗം മോശമാണ്. രോഹിത് ശർമ്മയുടെ ഫുൾ ഷോട്ട്. അല്ലെങ്കിൽ നമ്മളാ കോഹ്ലിയുടെ കവർ ഡ്രൈവ്, അത് ഇത്ര ഇമ്പാക്റ്റ് വരും ഒരിക്കലും. പവർഫുൾ ഷോട്ടിന് അതിന് വേണം. ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ടിനെ പറ്റി എന്താണ് അനുയോജ്യമാണ്. വളരെ നല്ലൊരു തീരുമാനമാണ്. അല്ലെങ്കിൽ നമ്മുടെ 2011 വേൾഡ് കപ്പിൽ നമ്മുടെ ഇന്ത്യൻ പ്രീമിയർ ലീഗില്ല, അപ്പോൾ ഇന്ത്യയിലെ ആളുകളുടെ ആ ഒരു ഇത് തന്നെ നോക്കിയിട്ട് ആ ഒരു ഹെലികോപ്റ്റർ ഷോട്ട് അവസാനത്തെ ഒരു ഇങ്ങനെ നിൽക്കുന്ന ഒരു ഷോട്ട്, അതായിരിക്കും നല്ലത്. അതും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പക്ഷെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിട്ടും ആ ഒരു ലോഗോ തന്നെ IPL തിരഞ്ഞെടുക്കാൻ കാരണം അതൊരു നൊസ്റ്റാൾജിക് എന്നേ പറയാൻ പറ്റൂ. എന്നാൽ ഇതിൽ മാറ്റം ഉണ്ടാവുമെന്നൊന്നും തോന്നുന്നില്ല.